ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ തുക കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് ഏകദേശം 6 ഫോർമുലാസ് ഉണ്ട്, 6 വാക്യങ്ങളുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ആദ്യമേ പഠിക്കേണ്ടത് എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ആദ്യമേ പഠിക്കാനുള്ളത്. എന്താണ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകൾ. അപ്പം ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കാണാം? ആദ്യത്തെ എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഇടയ്ക്കൊന്ന് ഏതെങ്കിലുമൊക്കെ എണ്ണൽ സംഖ്യകൾ തന്നിട്ട് തുക കാണാൻ ഈ വാക്യം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എണ്ണൽ സംഖ്യകളാകുമ്പോൾ 1 എന്നാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പം 1 നിന്ന് തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ് ഈ വാക്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാക്യം നമുക്ക് നോക്കാം. Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്നാണ് അതിൻ്റെ വാക്യം. അതിനകത്ത് ഇപ്പോൾ ആകെ ഒരൊറ്റ ഇതേ ഉള്ളൂ, n മാത്രമേ ഉള്ളൂ. അപ്പോൾ n എന്താണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്നാണ് വാക്യം. അതിൽ n നമ്പറാണ് അല്ലെങ്കിൽ എണ്ണം. എത്ര സംഖ്യകളുണ്ട് ആ സംഖ്യകളുടെ എണ്ണമാണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇതാണ് വാക്യം. ഇത് എന്ത് കാണാനുള്ള വാക്യമാണ്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് നോക്കാം. 1, 2, 3 പ്ലസ് ഇട്ടുള്ളൂ. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ഇങ്ങനെ എക്സെട്ര അപ് ടു 19. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? 1 അധികം 2 അധികം 3 ഇടയ്ക്ക് എക്സെട്ര വന്നിരിക്കുന്ന 18 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് അല്ലേ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് അങ്ങനെ 19 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും തുക കാണുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് നോക്കാം അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ വന്നിരിക്കുന്നത്. 1, 2, 3, 4, 5 ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിനകത്ത് 1 മുതൽ 19. ഫസ്റ്റ് ടൈം എത്രയാണ്? 1 ആണ്. ലാസ്റ്റ് ടൈം എത്രയാണ്? 19 ആണ്. അപ്പം നിങ്ങൾക്കറിയാം എണ്ണൽ സംഖ്യ 1 മുതൽ 19 വരെ എടുത്താൽ എത്ര സംഖ്യകളുണ്ട്? 1 മുതൽ 19 വരെ. ഇവിടെ n എത്രയാണ്? 19 ആണ് അല്ലേ? എണ്ണൽ സംഖ്യകൾ കണ്ടിന്യൂസ് അല്ലേ പോകുന്നത്. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 100 എണ്ണം. അതുപോലെ 1 മുതൽ 80 വരെയാണെങ്കിൽ 80 എണ്ണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ക്വസ്റ്റിനകത്ത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അപ് ടു 19 ആണ്. 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നത്. അപ്പോൾ ഇവിടെ n ആയിട്ട് എത്ര എടുക്കണം? 19 എടുക്കണം. ഇനി ഈ വാക്യത്തിനകത്ത് വിലയിട്ട് കൊടുക്കുക. എത്രയാണ്? എന്നിൻ്റെ സ്ഥാനത്ത് എത്ര വില വരുന്നത്? 90 അല്ലേ? 19 ഇൻറ്റു n പ്ലസ് 1 എത്രയാണ്? 19 പ്ലസ് 1. അതായത് 19 ഇൻറ്റു 19 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 19 ഇൻറ്റു 19 പ്ലസ് 1 എത്രയാണ്? 20. 19 ഇൻറ്റു 20 ബൈ 2. ഇവിടുന്ന് കട്ട് ചെയ്തോളൂ. 20ഉം 2 വിട്ട് എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 19 ഇൻറ്റു 10 190. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം വാക്യം എന്താണ്? Sn ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. അതിനകത്ത് n 19 ആണ്. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ n കാണാൻ ലാസ്റ്റ് സംഖ്യ ഏതാണോ അതായിരിക്കും അല്ലേ? അപ്പം 19 ആണ് ഇവിടെ n. അപ്പം വാക്യത്തിൽ അപ്ലൈ ചെയ്യുക 19 എന്നുള്ളത്. 19 ഇൻറ്റു 19 പ്ലസ് 1 അതായത് n ഇൻറ്റു n പ്ലസ് 1 എന്നാണ്. അപ്പോൾ 19 ഇൻറ്റു 19 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. 19 ഇൻറ്റു 20 ബൈ 2. 20യും 2
എന്താണ് ഡിവൈഡ് ചെയ്യുക അല്ലേ? അപ്പം 10 എന്ന് കിട്ടുന്നു. 19 × 10 190. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ 1 + 2 + 3 + ഇങ്ങനെ പോയിട്ട് 100 വരെയുള്ള സംഖ്യകളുടെ പ്ലസ് 100 ആണ് വരുന്നത്. ലാസ്റ്റ് 100 ആണ്. അപ്പം 1 + 2 + 3 + 4 + ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് 100 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ്? 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്നാണ്. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഇവിടെ n എത്രയാണ്? ഞാൻ പറഞ്ഞ ലാസ്റ്റ് സംഖ്യയാണ് n അല്ലേ? 100. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം 1 മുതൽ 100 വരെ എത്ര സംഖ്യകളുണ്ട്? 100 സംഖ്യകളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വാക്യം ഇട്ട് കൊടുക്കുന്നു. s = n × n + 1/2 അല്ലേ? അപ്പോൾ n എത്രയാണ്? 100 ആണ്. 100 × 100 + 1 / 2 എത്ര വരും? 100 × 100 + 1 എത്രയാണ്? 101 / 2. ഈ 2ഉം 100ഉം നമുക്ക് ഹരിക്കാൻ എത്ര വരുന്നു? 50. 50 × 101 എത്ര കിട്ടുന്നത്? നിങ്ങൾ ഗുണിച്ച് നോക്കിയുള്ള ആൻസർ 5050. 101 × 50 എന്നല്ലേ? 101 × നമുക്ക് 5 കൊണ്ട് കുടിക്കാം. എന്നിട്ട് ഒരു 0 ഇട്ടാൽ മതിയല്ലോ. 5 × 1 5 0 5. അപ്പം 500 5 വരും. 50 ആയതുകൊണ്ട് ഒരു 0 ആഡ് ചെയ്യുക. 5050 5050. അടുത്തതായി നമുക്ക് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ കേസ് നോക്കാം. ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. ഒന്ന് നോക്കൂ. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഇടയ്ക്കു എന്നുള്ള ഏതെങ്കിലും തന്നാൽ ഈ വാക്യം ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്. അതിൻ്റെ വാക്യം ഇതാണ്. ഫോമുല നോക്കിയോ. Sn = n × n + 1. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ഫോമുലയ്ക്ക് n × n + 1/2 ഉണ്ടായിരുന്നു. ഇവിടെ ആ /2 ഇല്ല. n × n + 1. ഇവിടെ n കാണുന്നത് ഇരട്ട സംഖ്യകളല്ലേ? ഇരട്ട സംഖ്യകളാകുമ്പം n = xn. അതായത് xn എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് സംഖ്യ അല്ലേ? അവസാന പദം. ആ xn/2 ആണ് ഈ ഫോമുലയിൽ n കാണുന്നത്. അപ്പം കഴിഞ്ഞതിനകത്ത് n നമുക്ക് നേരിട്ട് എടുക്കാനും ലാസ്റ്റ് പദം അങ്ങ് എടുത്താൽ മതിയായിരുന്നു അല്ലേ? ഇവിടെ അങ്ങനെ പറ്റില്ല. n കാണണമെങ്കിൽ ഒരു വാക്യമുണ്ട് xn/2. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യകൾ ഏതൊക്കെയാണ്? ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 4 6 8 അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക. തുകയുണ്ട് 2 + 6 + 8 up to 15 എടുത്തോളൂ. 50 വരെ. 2 + 4 + 6 + 8 + എക്സെട്ര ലാസ്റ്റ് അപ് ടു 50. 50 വരെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക അല്ലേ? നോക്കൂ, നമുക്ക് വാക്യം എഴുതാം. Sn = n × n + 1. അത്രേ ഉള്ളൂ. /2 ഉണ്ടോ? ഇല്ല. അത് എന്തിനായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾക്കാണ് /2. ഇവിടെ വരുമ്പോഴത്തേക്ക് n × n + 1 വരെ ഉള്ളൂ. അപ്പോൾ n കാണണം. ഇവിടെ n അറിയാമോ? ഇല്ല. അപ്പം n കാണാനുള്ള വാക്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു. n = xn അവസാന പദം /2. ഇവിടെ ഏത് അവസാന പദം? ഏത് വരെയുള്ള ചോദിച്ചിരിക്കുന്നത്? 50 അല്ലേ? അപ്പം 50 50/2 എത്ര വരുന്നത്? 25. അതാണ് ഇവിടെ n. അല്ലെങ്കിൽ ഇത് n. ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 മുതൽ 50 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. 2 4 6 8 അങ്ങനെ അല്ലേ? അപ്പോൾ ഒന്നിടവിട്ടായതുകൊണ്ട് ലാസ്റ്റ് പദം ഏതാണോ അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. അപ്പോൾ 100 വരെയുള്ള ചോദിക്കുന്നത് എത്ര വരും? എത്ര സംഖ്യകളുണ്ട്? 50. 120 വരെയാണെങ്കിലോ 60. 140 ആണ് 70. അങ്ങനെ എത്രയാണോ ലാസ്റ്റ് പദം അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ അത്രയും സംഖ്യകളുണ്ടെന്നർത്ഥം. ഇവിടെ നമ്മുടെ ചോദ്യം എത്ര സംഖ്യകളുണ്ടെന്നല്ല, സംഖ്യകളുടെ തുകയാണ് അല്ലേ? അപ്പം തുക കാണാനുള്ള വാക്യം, സമ്മ് കാണാനുള്ള വാക്യം എന്താണ്? n × n + 1. അപ്പോൾ n എത്രയാണ്? 25 ആണ്. അപ്പം 25 25 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താണ്? n + 1 ആണ്. 25 + 1
എത്ര വരുന്നു? 25 ഇൻറ്റു 25 26. 26 ഇൻറ്റു 25 ആണ് ആൻസർ. എത്ര വരും? ആണോ? 650 എന്ന് വരുന്നത്. ഞാനിത് നേരെ ഇനി തൊട്ട് ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ നേരെ എഴുതും. നിങ്ങൾക്ക് ഇത് ഹരിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. ആരും അധികം മനക്കണക്കൊന്നും ചെയ്ത് തെറ്റിക്കാൻ നിൽക്കണ്ട. 25 ഇൻറ്റു 26 ആൻസർ 650. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. 2 + 4 + 6 + 8 പ്ലസ് ഇങ്ങനെ പോയിട്ട് +136. അപ്പം 2, 4, 6, 8 അപ് ടു 136. ഇതിൻ്റെ അർത്ഥം എന്താണ്? 2 മുതൽ 136 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ സം എത്ര, അല്ലേ? ഫ്രം 2 to 136. 2 മുതൽ 136 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. അപ്പം നമുക്ക് ബാക്കി എന്താണ്? SN = n ഇൻറ്റു n + 1, അല്ലേ? ഇത്രേ ഉള്ളൂ. ബാക്കി എന്താണ്? n ഇൻറ്റു n + 1. ഇതിനകത്ത് ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? n അറിയാമോ? ഇല്ല. അപ്പോൾ n കണ്ടുപിടിക്കണം. n-നുള്ള വാക്യമുണ്ട്. n = xn/2. അവസാന പദം എത്രയാണ്? 136. 136 / 2 എത്ര വരുന്നത്? 68. അപ്പോൾ ഇവിടെ n 68 എന്ന് വരുന്നു. അപ്പം n നമ്മൾ കണ്ടുപിടിച്ചു. xn / 2. 136 / 2 = 68. ഇനി നമ്മൾ ഈ വാക്യത്തിനകത്ത് എന്നിൻ്റെ വില ഇട്ട് കൊടുക്കുക. n എത്രയാണ്? 68 എന്ന് കിട്ടി, അല്ലേ? 68 ഇൻറ്റു n + 1 എത്രയാണ്? 68 + 1 എത്ര വരുന്നു? 68 ഇൻറ്റു 69. എത്ര നോക്കിക്കോളൂ. $4692 എന്ന് കിട്ടും. അപ്പം ഇത് 69 ഇൻറ്റു 68 നിങ്ങൾ ചെയ്ത് നോക്കുക. 8 9 72 ശിഷ്ടം 7 6 8 48 7 55 96 54 ശിഷ്ടം 5 6 6 36 5 41 2 5 4 9 5 1 6 4. അപ്പം ഇത്തരം 4692 എന്ന് കിട്ടി. നമ്മളിപ്പം 2 കേസ് പഠിച്ചു, അല്ലേ? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പഠിച്ചു. പിന്നെ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നത് പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, അല്ലേ? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. എന്താണ്? ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക. ഇടയ്ക്കൊന്നും ഏതെങ്കിലും ഒക്കെ തന്നിട്ട് ഒറ്റ സംഖ്യയാണ് ഈ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക. ഇതിന് വാക്യം എളുപ്പമാണ്. s = n² എന്നാണ് വാക്യം. s = n². n എന്താണ്? നമ്പർ ഓഫ് ടേംസ്, അല്ലേ? ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടോ അതാണ്. അപ്പോൾ n-ന്റെ സ്ക്വയർ ആയിരിക്കും ഇവിടെ സം. Sn = n². ഇവിടെ ഒറ്റ സംഖ്യകളാകുമ്പം n കാണുന്നതിനുള്ള വാക്യം ഒറ്റ സംഖ്യ അല്ലേ? അപ്പം എല്ലാ സംഖ്യ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ അതിന് 2 കൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്നത് xn + 1/2 എന്നാണ്. എന്താണ്? xn + 1/2. അപ്പോൾ അവസാനത്തെ സംഖ്യ ഏതാണോ അതിനോട് 1 കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് വരയ്ക്കുക. അതായിരിക്കും ഇവിടെ സംഖ്യകളുടെ എണ്ണം. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 1 + 3 + 5 + 7 + എക്സെട്ര +65. അതായത് 1 3 5 7 ഇങ്ങനെ സീക്വൻസ് പോകുന്നു. ലാസ്റ്റ് പദം എത്രയാണ്? 65 ആണ്. ഇത്രയും സംഖ്യകളുടെ തുക കാണും. അപ്പോൾ ഇത് ഈ 4ഉം ഈ ഒരെണ്ണം മാത്രമല്ല ഉള്ളത്. ഇതിനിടയ്ക്കുള്ള എല്ലാ സംഖ്യകളും വരും, അല്ലേ? 1 3 5 7 9 11 അങ്ങനെയുള്ള കംപ്ലീറ്റ് ഒറ്റ സംഖ്യകളും വരും.
എല്ലാ ഓഡ് നമ്പേഴ്സും വരും. നോക്കിക്കോളൂ, ഇവിടെ ലാസ്റ്റ് പദം എത്രയാണ്? 65 ആണ്. അപ്പം നമുക്ക് ആദ്യമേ എന്ത് കാണണം? സം കാണാനുള്ള വാക്യം എടുത്തെഴുതുക. SN = n². അതായത് എന്നിൻ്റെ സ്ക്വയർ ആയിരിക്കും. n അറിയാമോ? ഇല്ല. അപ്പോൾ ആദ്യമേ n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാനുള്ള വാക്യം xn + 1/2. അവസാന സംഖ്യ ഏതാണോ അതിനോട് 1 കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. ലാസ്റ്റ് പദം 65 ആണ്. അപ്പോൾ 65 + 1/2 എത്രയാണ്? 66 / 2 33 ആണ്. അപ്പം 1 മുതൽ 65 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 33 സംഖ്യകളുണ്ടാവും. അപ്പോൾ എത്ര സംഖ്യകളുണ്ടെന്ന് കാണണമെങ്കിൽ ലാസ്റ്റ് പദം ഏതാണോ അതിനെ ഒന്നുകൂടെ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഹരിക്കുക. xn + 1/2. അപ്പോൾ ഇവിടെ നമുക്ക് n കിട്ടി 33 ആണ് അല്ലേ? അപ്പോൾ SN കാണാൻ എന്ത് ചെയ്താൽ മതി? ആ എന്നിൻ്റെ സ്ക്വയർ ആണ് 33². സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്നാ? അതുകൊണ്ട് തന്നെ ഗുണിക്കുക. 33² എന്ന് പറഞ്ഞാൽ 33 × 33 എത്ര നോക്കിയോ? $1089. 1089 എന്നാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ 33ൻ്റെ സ്ക്വയർ. 33ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 33 × 33 ഇവിടെ ചെയ്തിട്ടുണ്ട്. 339 339 × 339 339 9 9 9 18 ശിഷ്ടം 1 9 1 10 1089 കിട്ടും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് ഇത് സ്റ്റെപ്പ് മനസ്സിലാവാനായിട്ട് ഒരു എക്സാമ്പിളോട് ചെയ്ത് കാണിക്കാം. +1 + 3 + 5 + 7 + ലാസ്റ്റ് 125. അതിനർത്ഥം 1 മുതൽ 125 വരെയുള്ള ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക കാണാം. അങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. 1 മുതൽ 125 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. അപ്പം നമുക്ക് വാക്യം എന്താ? ആദ്യം SN എന്താണ്? n² ആണ് അല്ലേ? അപ്പോൾ ഇവിടെ n കാണണം. ആദ്യമേ n കാണാൻ എന്താ ചെയ്യേണ്ടത്? n = xn + 1/2. അവസാന പദം എത്രയാണോ അതിനോട് 1 കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 125 ആണ് വരുന്നത്. എത്രയാണ്? 125 + 1/2 126. 126 / 2 = 63. അപ്പോൾ ഈ 63 n ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 1 മുതൽ 125 വരെ 63 ഒറ്റ സംഖ്യകളുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 1നും 125നും ഇടയ്ക്കല്ലേ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്നാണ്. അതപ്പോൾ എത്ര എണ്ണമാണ്? 63 ആണ്. ഇനിയും അത്രയും സംഖ്യകളുടെ തുക കാണണമെങ്കിൽ നമ്മുടെ വാക്യം എന്താണ്? SN = n². ഇവിടെ n 63 ആകുമ്പോൾ 63ൻ്റെ സ്ക്വയർ ആണ് ഉത്തരം. ഇതായിരിക്കും ഉത്തരം. 3969. ഒന്നുകൂടെ പറയാം. 1 + 3 + 5 + 7 അങ്ങനെ പോയിട്ട് 125 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത തന്നെ 1 3 5 7 ഇതെന്ത് സംഖ്യകളാണ്? ഒറ്റ സംഖ്യകളാണ്. ഓഡ് നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സിൻ്റെ തുക കാണാനുള്ള വാക്യം SN = n². അപ്പോൾ ഇതിനകത്ത് അഥവാ ഓഡ് നമ്പേഴ്സ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓഡ് നമ്പേഴ്സ് ആണ്. 1 + 3 + 5 + 7 അങ്ങനെ പോകുമ്പോഴത്തെ അത് ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ വാക്യം അപ്ലൈ ചെയ്താൽ മതി. അടുത്ത വാക്യം കുറച്ച് വലുതാണ്. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. SN = n². അപ്പം n കാണാനുള്ള വാക്യം എന്താണ്? xn ലാസ്റ്റ് പദം +1/2 അല്ലേ? xn + 1/2 അത് 125 + 1 126/2 63 എന്ന് കിട്ടും. 63. ഇനിയും SN കാണാൻ എന്ത് ചെയ്താൽ മതി? n² ചെയ്താൽ മതി. 63ൻ്റെ സ്ക്വയർ 3969. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇപ്പം നമ്മൾ 3 കേസ് പഠിച്ച 3 പ്രത്യേക സാഹചര്യത്തിലാണ്. ഒന്ന് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. അതിനുശേഷം ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് അല്ലേ? ഇനി ഇതൊന്നും അല്ലാതെ ഓഡ് നമ്പർ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കില്ല, മിക്സ് ആയിരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കേസിൽ
വേറെ ഒരു വാക്യമുണ്ട്, അത് നമുക്ക് നോക്കാം. Sn is equal to n/2 into x1 plus xn. അപ്പോൾ എന്താണ് n/2 ഇൻറ്റു എസ് എൻ കാണാനുള്ള വാക്കാണ് n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ ഇതിനകത്തുനിന്ന് n എന്താണ്? നമ്പറാണ്, പദങ്ങളുടെ എണ്ണം അല്ലേ, നമ്പർ ഓഫ് ടേംസ്. x1 നിങ്ങൾക്കറിയാം എന്താണ്? ഫസ്റ്റ് ടേം. xn എന്താണ്? ലാസ്റ്റ് ടേം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ഫോമിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. എന്തൊക്കെയാണ്? n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് വാക്യം. അപ്പോൾ n എത്രയാണെന്ന് അറിയണം, x1 എത്രയാണെന്ന് അറിയണം, xn എത്രയാണെന്ന് അറിയണം. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Okay, 2 plus 5 plus 8 plus 11 up to 32 അല്ലേ? അതായത് 2, 5, 8, 11. ഇതിനകത്ത് ലാസ്റ്റ് പദമാണ് 32. ഓക്കെ, നോക്കിക്കോളൂ. 2 plus 5 plus 8 plus 11 up to 32 അല്ലേ? അപ്പം ഈ 2 അധികം 5 അധികം 8 അധികം 11, ഇത് 32 വരെയുള്ള പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എസ് ആണ് കണ്ടത്, അതിൻ്റെ തുകയാണ് കണ്ടത്. അല്ലെങ്കിൽ ആദ്യ പദം 2, അവസാന പദം 32. ഈ സീരീസിലെ 32 വരെയുള്ള പദങ്ങളുടെ തുക കാണുക. തുക കാണാനുള്ള വാക്യം എന്തായിരുന്നു? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് n/2, അതായത് n വേണം, x1 വേണം, xn വേണം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ്. നമുക്കറിയുമോ? ഇല്ല, ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എത്ര പദം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ x1 അത് നമുക്കറിയാം, ആദ്യ പദം 2 ആണ്, അവസാന പദം 32 ആണ്. അപ്പോൾ n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാനായിട്ട് ഒരു വാക്യം കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു. n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. എന്താണ് n കാണാനുള്ള വാക്യം? xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ഈ പ്ലസ് 1 കോമൺ ആണ്, അതായത് ഇതിനകത്ത് ഫുൾ ക്രിയകൾ ചെയ്തതിന് ശേഷം 1 കൂട്ടാവുള്ളൂ. നമുക്ക് നോക്കാം. xn എത്രയാണ് ഇവിടെ? 32 ആണ്, x1 2 ആണ്. 32 മൈനസ് 2 ഡിവൈഡഡ് ബൈ d, കോമൺ ഡിഫറൻസ് എത്രയാണ് ഈ ശ്രേണിയുടെ? 2, 5, 8, 11 അല്ലേ? എത്ര ഡിഫറൻസ്? 5ൽ നിന്ന് 2 പോയാൽ എത്ര? 3. 5 മൈനസ് 2 ഈസ് ഈക്വൽ ടു 3, അല്ലെങ്കിൽ 8 മൈനസ് 5 ഈസ് ഈക്വൽ ടു 3. അപ്പം d വരുന്നത് 3 ആണ്. ബ്രാക്കറ്റിൽ തന്നെ പ്ലസ് 1 പുറത്ത് അല്ലേ? 32 മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. നോക്കിക്കോ, 32 മൈനസ് 2 എത്രയാണ്? 30. 30 ബൈ 3 പ്ലസ് 1. 30 ബൈ 3, 30നെ 3 കൊണ്ട് വെച്ചാൽ എത്രയാണ്? 10. അപ്പം 10, ഇതിന് ശേഷം ഈ 1 കൂട്ടുക. 10 പ്ലസ് 1 11. അപ്പം നമ്പർ n എത്രയാണ് ഇവിടെ വരുന്നത്? 11 ആണ്. അതായത് 2, 5, 8, 11 ഇങ്ങനെ തുടങ്ങി 32 വരെയുള്ള സംഖ്യകളാണ് നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് ഉള്ള. അതിനകത്ത് ഈ 2ൽ തുടങ്ങി 32 വരെ 11 പദങ്ങളുണ്ട്, 11 ടേംസ് ഉണ്ട്. അപ്പോൾ n കിട്ടി. ഇനിയും നമ്മൾ ഈ വാക്യത്തിൽ അപ്ലൈ ചെയ്യാൻ പോകാം. n എത്രയാണ്? 11. 11/2 ഇൻറ്റു x1 പ്ലസ് xn, 2 പ്ലസ് 32. 11/2 ഇൻറ്റു 32 2 34 അല്ലേ? അപ്പം 2 34 കൂടെ ഹരിക്കാം. എത്ര വരും? 17 എന്ന് വരുന്നു. അപ്പം 11/17 187. ഇതാണ് ആൻസർ, 187. ഇന്ന് നമ്മൾ 4 കേസ് പഠിച്ചു അല്ലേ? ആദ്യമേ എന്താണ് പഠിച്ചത്? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അത് നമ്മൾ എന്താ പഠിച്ച വാക്യം? n ഇൻറ്റു n പ്ലസ് 1/2. അവിടെ n എത്ര എന്ന് കാണാനായിട്ട് അവസാന സംഖ്യ എടുത്താൽ, എണ്ണൽ സംഖ്യ ആകുമ്പോൾ നമുക്കറിയാം തുടർച്ചയായ സംഖ്യകളാണ്. അപ്പം
എക്സ് എൻ എത്രയാണോ അവസാന പദം എത്രയാണോ അത് തന്നെയായിരിക്കും എൻ. പിന്നെ പഠിച്ചത് അടുത്ത് എന്തായിരുന്നു? സം ഓഫ് എൻ ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക. അതിന് പഠിച്ചെന്താണ്? ബൈ 2 ഇല്ല വാക്യത്തിനകത്ത്. എന്ത് വരുള്ളൂ? എസ് എൻ ഈസിക്കൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1. അവിടെ എൻ കാണണം. എൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ് എൻ ഡിവൈഡഡ് ബൈ 2. അതാണ് എൻ കാണുന്നത്. അപ്പോൾ എൻ കണ്ടതിന് ശേഷം ആ വാക്യത്തിൽ എന്നിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വില ഇട്ട് കൊടുക്കുക. പിന്നെ മൂന്നാമത്തേത് ഓഡ് നമ്പേഴ്സിൻ്റെ സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ്. അതിൻ്റെ വാക്യം എന്തായിരുന്നു? എൻ സ്ക്വയർ ആണ്. എസ് എൻ ഈസിക്കൽ ടു എൻ സ്ക്വയർ. അവിടെ എൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് ആ എന്നിൻ്റെ വിലയിട്ട് എൻ സ്ക്വയർ കാണുമ്പോൾ അവിടെയും തുക കിട്ടും. 3 കേസ്. പിന്നെ നമ്മൾ പഠിച്ചത് ആദ്യ പദവും അവസാന പദവും തരുന്ന ഒരു സീക്വൻസ് അല്ലേ. അതിനകത്ത് എത്ര പദമുണ്ടെന്ന് തന്നിട്ടില്ല. സംഖ്യകൾ ആദ്യത്തെ കുറച്ച് സംഖ്യകൾ മാത്രം തരും. എത്ര സംഖ്യ ഉണ്ടെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ലാസ്റ്റ് പദവും തരും. അങ്ങനെ വരുമ്പം നമ്മൾ കാണുന്നത് എസ് എൻ ഇസ് എൻ ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ ആണ് അതിൻ്റെ വാക്യം. എൻ അറിയില്ലായിരിക്കും. അവിടെ എൻ നമ്മൾ കണ്ടുപിടിക്കണം. എൻ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ തുക കാണാനുള്ള വാക്യം എന്തായിരുന്നു? എൻ ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ അല്ലേ. എൻ ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ. ആ വാക്യത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്? എൻ ആവശ്യമുണ്ട്, എക്സ് 1 ആവശ്യമുണ്ട്, എക്സ് എൻ ആവശ്യമുണ്ട്. അതായത് ആ സീരീസിൽ എക്സ് 1ഉം എക്സ് എന്നും ഉണ്ട്. എൻ ഇല്ല. എൻ കാണണമെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഫോമുല അപ്ലൈ ചെയ്യുക. എക്സ് എൻ മൈനസ് എക്സ് 1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 കേസാണ് ഇന്ന് പഠിച്ചത്. അത് എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ 4 കേസ് പഠിച്ചു അല്ലേ. ആദ്യമേ എന്താണ് പഠിച്ചത്? സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അത് നമ്മൾ എന്താ പഠിച്ച വാക്യം? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. അവിടെ എൻ എത്ര എന്ന് കാണാനായിട്ട് അവസാന സംഖ്യ എടുത്താൽ. എണ്ണൽ സംഖ്യ ആകുമ്പോൾ നമുക്കറിയാം തുടർച്ചയായ സംഖ്യകളാണ്. അപ്പം എക്സ് എൻ എത്രയാണോ അവസാന പദം എത്രയാണോ അത് തന്നെയായിരിക്കും എൻ. പിന്നെ പഠിച്ചത് അടുത്ത് എന്തായിരുന്നു? സം ഓഫ് എൻ ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക. അതിന് പഠിച്ചെന്താണ്? ബൈ 2 ഇല്ല വാക്യത്തിനകത്ത്. എന്ത് വരുള്ളൂ? എസ് എൻ ഈസിക്കൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1. അവിടെ എൻ കാണണം. എൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ് എൻ ഡിവൈഡഡ് ബൈ 2. അതാണ് എൻ കാണുന്നത്. അപ്പോൾ എൻ കണ്ടതിന് ശേഷം ആ വാക്യത്തിൽ എന്നിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വില ഇട്ട് കൊടുക്കുക. പിന്നെ മൂന്നാമത്തേത് ഓഡ് നമ്പേഴ്സിൻ്റെ സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ്. അതിൻ്റെ വാക്യം എന്തായിരുന്നു? എൻ സ്ക്വയർ ആണ്. എസ് എൻ ഈസിക്കൽ ടു എൻ സ്ക്വയർ. അവിടെ എൻ കാണുന്നത് എങ്ങനെയാണ്? എക്സ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. എന്നിട്ട് ആ എന്നിൻ്റെ വിലയിട്ട് എൻ സ്ക്വയർ കാണുമ്പോൾ അവിടെയും തുക കിട്ടും. 3 കേസ്. പിന്നെ നമ്മൾ പഠിച്ചത് ആദ്യ പദവും അവസാന പദവും തരുന്ന ഒരു സീക്വൻസ് അല്ലേ. അതിനകത്ത് എത്ര പദമുണ്ടെന്ന് തന്നിട്ടില്ല. സംഖ്യകൾ ആദ്യത്തെ കുറച്ച് സംഖ്യകൾ മാത്രം തരും. എത്ര സംഖ്യ ഉണ്ടെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ലാസ്റ്റ് പദവും തരും. അങ്ങനെ വരുമ്പം നമ്മൾ കാണുന്നത് എസ് എൻ ഇസ് എൻ ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ അല്ലേ. എൻ ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ. ആ വാക്യത്തിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്? എൻ ആവശ്യമുണ്ട്, എക്സ് 1 ആവശ്യമുണ്ട്, എക്സ് എൻ ആവശ്യമുണ്ട്. അതായത് ആ സീരീസിൽ എക്സ് 1ഉം എക്സ് എന്നും ഉണ്ട്. എൻ ഇല്ല. എൻ കാണണമെങ്കിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഫോമുല അപ്ലൈ ചെയ്യുക. എക്സ് എൻ മൈനസ് എക്സ് 1 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 4 കേസാണ് ഇന്ന് പഠിച്ചത്. അത് എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക, മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.